കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമായി ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള മാറുന്നു. വലിയ പ്രതിഷേധങ്ങളൊക്കെ പലയിടത്തും നടക്കുമ്പോൾ അതിനിടയിലാണ് ഇന്നലെ ദേവസ്വം വിജിലൻസിൻ്റെ കൃത്യമായ റിപ്പോർട്ട്. അത് ഒരു സൂചനയാണ്. കൃത്യം ആരൊക്കെ ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായ സൂചനകൾ ആ റിപ്പോർട്ടിലുണ്ട്. ഇനിയുള്ള 6 ആഴ്ച വളരെ നിർണായകമാണ്. ഇപ്പോൾ ശബരിമലയിലൊക്കെ പരിശോധന നടക്കുന്നു, സ്ട്രോങ് റൂം തുടർന്നുള്ള പരിശോധന നടക്കുന്നു. ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണോ താങ്കൾ അടക്കമുള്ളവർ, അതോ ഇതിനിടയിലും അല്ലെങ്കിൽ ഈ ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ രക്ഷപ്പെട്ടു പോകാൻ വഴിയൊരുക്കും അല്ലെങ്കിൽ വഴിയൊരുങ്ങുമെന്നൊരു ആശങ്കയുണ്ടോ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാക്കുകയും അത് ഹൈക്കോടതിയുടെ നേരിട്ട് റിപ്പോർട്ട് അവർക്ക് തന്നെ സമർപ്പിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ അതിന് ഉദ്യോഗസ്ഥ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുമ്പോൾ മറ്റ് ബാഹ്യ ഇടപെടലുകൾക്ക് സാധ്യത കുറവുണ്ട് എന്നുള്ളതാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയം. മറ്റൊന്ന്, ഈ വിഷയത്തിൽ അടിയന്തരമായി ബോർഡ് രാജിവെക്കേണ്ടതില്ലേ, ബോർഡിനെ പുറത്താക്കേണ്ടതല്ലേ, മന്ത്രി രാജിവെക്കേണ്ടതല്ലേ? കാരണം ുള്ള ബോർഡ് ഇതിന്റെ കുറ്റക്കാരത്തെ കണ്ടെത്തിയിരിക്കുന്നു. അതേ ഉത്തരവാദിത്തോട് തന്നെ പുതിയ മുഖ്യം കഴിഞ്ഞ മാസം 1-ാം തീയതി, കഴിഞ്ഞ വർഷം നവംബർ മാസം 1-ാം തീയതി ഇതേ ഭവന്മാരെ തന്നെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും അവിടെ ഉദ്യോഗസ്ഥർ മാത്രമല്ല എന്ന് ഇന്നലെ മുതൽ നമുക്ക് കൃത്യമായി ബോധ്യമായിരിക്കുന്നു. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നതും അത് തന്നെയാണ്. അപ്പോ ആ സാഹചര്യത്തിൽ ഉറപ്പായും നിലവിലെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം. ദേവസ്വം മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല. കാരണം ദേവസ്വം വകുപ്പ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ദേവസ്വം വകുപ്പ് കൂടി കണ്ടിട്ട് ഇത് ചെമ്പ് പാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രതിപക്ഷം നേരത്തെ പറയുന്നതും കോടതി നേരത്തെ സംശയിച്ചതും എല്ലാം ശരിയാണ് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെട്ടു. ഇപ്പോ 6 ആഴ്ച സമയം കൊടുത്തിരിക്കുന്നത് മുമ്പ് നിൽക്കുമ്പോഴും പ്രാഥമികമായി തന്നെ ദേവസ്വം ബോർഡിന്റെ പങ്കിനെ സംബന്ധിച്ച് അന്നത്തെ ദേവസ്വം ബോർഡിനെ സംബന്ധിക്കും അങ്ങനെ ശബ്ദത്തിൽ കുറച്ച് വ്യക്തത കുറവാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു ദേവസ്വം ബോർഡിന്റെ ഒരു പങ്കിനെ കുറിച്ച് തന്നെയാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും സംശയം ഉന്നയിക്കുന്നത്.